Focus. Presented by West London, Rakhi's Academic Zone, Alhambra, Russell Khema. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever. സമാധാനം ഒരു പുഞ്ചിരിയിൽ തുടങ്ങുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫോക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷൻ പ്ലസിലുള്ളത് അഥീന എഡ്യൂക്കേഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ VNP രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ലാംഗ്വേജ് ലേണിംഗ്, എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കരിക്കുലം എന്ന് പറയാനായിട്ട് കാരണം? ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഭാഷ തന്നെയാണ്. ഭാഷ അറിയാത്തവന് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പോൾ പിന്നെ ഈ അടുത്ത കാലത്ത് മലയാളം ഇംഗ്ലീഷ് അടിച്ച് വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഭാഷയാണ് ഒരാളുടെ കഴിവും ഒരാളുടെ കമാൻഡും. പ്രാസംഗികനാവണമെങ്കിലും വീട്ടിൽ കുടുംബത്തോട് സംസാരിക്കണമെങ്കിലും സമൂഹത്തിൽ സംസാരിക്കണമെങ്കിലും എവിടെ പോയി എന്ത് പറയണമെങ്കിലും വായിക്കാനും വായിച്ചത് ഗ്രഹിക്കാനും ഗ്രഹിച്ചതിൽ നിന്നും കണക്ട് ചെയ്ത് സംസാരിക്കാനും ഒരു കുട്ടി പഠിച്ചില്ലേ ബാക്കിയെല്ലാം പോയി. അതുകൊണ്ട് ഭാഷാ പഠനം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിലെനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് പ്രത്യേകം എടുത്ത് പറയണം. ഭാഷാ പഠനം ഗ്രാമർ പഠനമാണോ? എന്നോട് ചോദിച്ചാൽ പറയും ഗ്രാമർ മെല്ലെ പഠിച്ചോളും, ഏതായാലും മരിക്കുന്നത് വരെ പഠനം കിടക്കുമല്ലോ, നമുക്ക് ഗ്രാമർ ഒടുവിൽ പഠിക്കാം, വൊക്കാബുലറി പിന്നെ പഠിക്കാം. നമ്മൾ ഫ്രീ ആയിട്ട് ലാംഗ്വേജ് പഠിക്കണം, ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ലാംഗ്വേജിൽ സംസാരിക്കാം? ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഭാഷ തിരഞ്ഞെടുത്ത് പിടിച്ച് വാക്കുകൾ തിരഞ്ഞെടുത്ത് പിടിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ സംസാരവും നിങ്ങൾക്ക് കൊള്ളത്തില്ല, നിങ്ങൾ കേൾക്കത്തുമില്ല, നിങ്ങളെപ്പോഴേ പോയെന്നെ. അപ്പോൾ ഭാഷ വരേണ്ടത് എവിടെ നിന്നാണ്? തലമണ്ടയിൽ നിന്നാണോ ഹൃദയത്തിൽ നിന്നാണോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഭാഷ വരുന്ന ഒരു സ്ഥലത്തു നിന്നാണ്, ഹൃദയം. ഹൃദയത്തിലേക്ക് എങ്ങനെ ഭാഷ കൊണ്ടുപോകാം? അതാണ് ഇവിടെ ചോദ്യം. എൻ്റെ ഹൃദയഭാഷ, അതാണ് ഞാൻ കരയണം എന്ന് പറയുമ്പോൾ അമ്മേന്ന് വിളിക്കുന്നത്. എൻ്റെ ഹൃദയഭാഷ മദർ എന്നല്ല, എൻ്റെ ഹൃദയഭാഷ അമ്മേ എന്നാണ്. അപ്പോൾ എൻ്റെ ഹൃദയഭാഷയെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ, വിശേഷിച്ചും ഇംഗ്ലീഷിനെ എങ്ങനെ ഹൃദയഭാഷയാക്കാം? കാരണം ഇന്നൊരു ലോകത്തിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇപ്പോൾ ചൈനീസും സ്പാനിഷും ഒക്കെ കണ്ടാൽ ഫ്രഞ്ചും ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷാണ്. ലോകത്തിൽ എവിടെ പോയാലും ഇംഗ്ലീഷ് നിങ്ങളെ പിടിച്ചു നിർത്തും. ഇപ്പോൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണമെങ്കിലും ഏതും ലാംഗ്വേജ് എടുത്താലും ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് നമ്മളുടെ ഭാഷയിലേക്ക് വരാനുള്ളത്. മാതൃഭാഷ കളയണമെന്നല്ല, മാതൃഭാഷയ്ക്കൊപ്പം പെറ്റമ്മയ്ക്കൊപ്പം പോറ്റമ്മ വരണം. അതുപോലെ ഇംഗ്ലീഷ് മാതൃഭാഷയ്ക്കൊപ്പം വന്നേ പറ്റൂ. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിനെ ഹൃദയഭാഷയാക്കി മാറ്റാം? അവിടെയാണ് സ്കൂളുകളുടെ ഏറ്റവും വലിയ ചലഞ്ച് ഇരിക്കപ്പെടുന്നത്. കാരണം എങ്ങനെയാണ് ഭാഷ വരുന്നത് എന്ന് ഓർക്കണം. ഏത് ഭാഷ, ഏത് വിഷയം പഠിക്കണമെങ്കിലും ആദ്യം വേണ്ടത് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാനും ചെവികൾ കൊണ്ട് കേൾക്കാനും മൂക്കുകൊണ്ട് മണക്കാനും നാക്കുകൊണ്ട് രുചിക്കാനും സ്പർശിക്കാനും കഴിയണം. ഇവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. കാണുമ്പോഴും കേൾക്കുമ്പോഴും മണക്കുമ്പോഴും രുചിക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും ഇതെല്ലാം നടക്കുന്ന നമ്മുടെ ആത്മാവിനെയാണ്.
ആത്മാവിന് മാത്രമുള്ളൊരു ഒരു പ്രത്യേകതയാണ്, ആത്മാവിന് വികാരങ്ങളുണ്ട്. ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും എല്ലാം വികാരങ്ങളുണ്ട്. ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ, കണ്ണുകൊണ്ടോ ചെവിയുണ്ടോ മൂക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ത്വക്കുകൊണ്ടോ ഒന്നിലും ഫോക്കസ് ചെയ്യാത്ത ആളിന് വികാരവിചാരങ്ങളില്ലാത്ത ആളായിപ്പോവും. പലപ്പോഴും ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ വികാരവിചാരങ്ങളൊന്നും വരാത്തതുകൊണ്ടാണ് ആ പഠനം എവിടെ എത്താതെ പോണത്. ചോദ്യത്തിന് ഉത്തരം പഠിച്ച് വെച്ച് പോണത് ചോദ്യം കഴിഞ്ഞ് ഉത്തരം എഴുതുമ്പോൾ അങ്ങ് മറന്നും പോകും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വികാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. എന്തുകൊണ്ട്? സ്പർശിക്കുന്നത് വഴി. അപ്പോൾ ആദ്യം ഒരു സ്കൂൾ നോക്കാൻ പ്രയത്നിക്കേണ്ടത് കുട്ടിയുടെ മനസ്സിനെ സ്പർശിച്ചോ. അതെങ്ങനെ സ്പർശിക്കാൻ പറ്റും? ഇംഗ്ലീഷിൽ ലേഖനം വായിച്ചാൽ സ്പർശിക്കുമോ? കുട്ടികളെ മനസ്സിൽ സ്പർശിക്കണമെങ്കിൽ ആദ്യം അമ്മയുടെ അടുത്ത് കുട്ടി എങ്ങനെയാണ് പോയതെന്നറിയണം. ജനിച്ചു വന്നപ്പോഴേ അമ്മ കുട്ടിക്ക് പാലും കൊടുത്തിട്ട് അമ്മ ഒരു പാട്ട് പാടും, ഒരു താരാട്ട് പാട്ടെന്ന് പറയും. ആ പാട്ട് ആ കുട്ടി മരിക്കുന്നവരെ മറക്കത്തില്ല. അവൻ്റെ ഹൃദയത്തിലേക്ക് വികാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ആ പാട്ട് തന്നെയാണ്. പാട്ട് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? അപ്പോൾ ഒരു കുട്ടിയിലേക്ക് വികാരമുണ്ടാക്കണം. അമ്മ പകർന്നു കൊടുത്ത ആദ്യ പാട്ടിലൂടെ ഉണ്ടാക്കിയ അതേ വികാരം പിന്നെയും വരാൻ എളുപ്പമാണ് നല്ല മധുരമായ ഗാനങ്ങളുണ്ടെങ്കിൽ. ഓരോ ഗാനവും വികാരങ്ങൾ ഉണ്ടാക്കും. ആ വികാരങ്ങൾ അവൻ്റെ മനസ്സിൽ ആ ഭാഷയെ പിടിച്ചിരുത്തും. വികാരങ്ങൾ ജനിപ്പിക്കാൻ കഴിയാത്ത പാട്ടുകളില്ലാത്ത ക്ലാസ്സുകൾ ദാരിദ്ര്യമല്ലേ? കഥകളില്ലാത്ത ക്ലാസ്സുകൾ ദാരിദ്ര്യമല്ലേ? ആക്ഷൻസ് ഇല്ലാത്ത ക്ലാസ്സുകൾ വെറുപ്പല്ലേ? ഓരോ വാക്കിനും ഒരു പാട്ട് വേണ്ടേ? ഓരോ ആക്ഷനും ഒരു കഥ വേണ്ടേ? ഇതെല്ലാം മറന്നേച്ചാണ് സ്കൂളിൽ എയും ബിയും സിയും ഡിയും എഴുതാൻ പഠിപ്പിച്ചാൽ അവിടെ ഒരു പഠനവും നടക്കില്ല. വികാരങ്ങൾ നിറയണം മനസ്സിൽ. ആ വികാരങ്ങളാണ് കുട്ടി തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. എന്ന് ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ വികാരങ്ങളും വാക്കുകളും ഒന്നായി മാറുന്നുവോ, പിന്നെ ആ ഭാഷ അവനിൽ നിന്നും മായില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ അവനിൽ വികാരങ്ങളുണ്ട്, അതിന് ആരുടെയും സഹായം വേണ്ട. കണ്ണും മൂക്കും ചെവിയും നാക്കും എല്ലാം കൂടെ കൊടുത്തോളും. പക്ഷേ ആ വികാരങ്ങൾ ഭാഷയാക്കാൻ അവൻ്റെ മാതൃഭാഷയെ പോണ്ടി വരും. കാരണം പഠിച്ച ആംഗലേയ ഭാഷയിൽ വികാര വിചാരങ്ങളെ വാക്കുകളാക്കാൻ കഴിയാതെ പോകും. കാരണം തുടങ്ങുമ്പോൾ മുതലേ തന്നെ അവനിലേക്ക് വായനാശീലം എന്ന് പിൽക്കാലത്ത് പറയുമെങ്കിലും അവനിൽ സംഗീതത്തിലൂടെ വാക്കുകൾ കൊണ്ടുവരണം, കഥകളിലൂടെ വാക്കുകൾ കൊണ്ടുവരണം, അഭിനയത്തിലൂടെ വാക്കുകൾ കൊണ്ടുവരണം. അങ്ങനെ വികാരങ്ങളിൽ ഉറച്ചു നിൽക്കണം ഭാഷ. എന്നിട്ട് വിചാരങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി അവനെ പ്രകടിപ്പിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഒന്നാന്തരം ഭാഷയുണ്ടാകും. ഒരിക്കൽ ഭാഷ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഹൃദയ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് അവൻ വായനയായിരിക്കും. എന്തേ നമ്മൾ വയലാറിൻ്റെ പാട്ട് മറന്നു പോകാത്ത? വയലാർ എന്നേ മരിച്ചുപോയി. ആ പാട്ടുകളിലിരിക്കുന്ന വികാരങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്നും പോകത്തില്ല. നമ്മൾ സന്തോഷം വരുമ്പോഴെല്ലാം എത്രയോ നല്ല പ്രേമഗാനങ്ങളും മറ്റ് പാട്ടുകളും പാടുന്നു, ഹൃദയത്തിൻ്റെ അടിത്തട്ടി കിടക്കുകയല്ലേ. ദുഃഖം വരുമ്പോൾ നമ്മൾ പല പാട്ടുകളും പാടുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിൻ്റെ അടിത്തട്ടി കിടക്കുകയല്ലേ. വികാരങ്ങളല്ലേ നമുക്ക് വേണ്ടത്. വികാരവും വിചാരവും ഭാഷയും ഒന്നാകുമാറാകട്ടെ. ഏറ്റവും നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. This is Steffi signing off from Athena Educations. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971424457. Gulf Brothers Hair Fixing. Wipe your baldness forever.
അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഹൈ ടീ, ഫൈൻ ക്വാളിറ്റി. Al-Aftar Medical Center, Sharjah, one of the best multi-specialty medical and dental center in Sharjah. Our dental specialties include orthodontist, implantologist, periodontist and endodontist. Al-Aftar Medical Center, opposite Emirates, NBD Main Branch, King Abdulaziz Road, Sharjah. Contact 0655 9007 050 1741154. നമ്മുടെ കല്യാണച്ചക്കൻ സിംപ്ലകുമാരൻ അടിമുടി മാറി കണ്ടവർഞ്ഞെട്ടി കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു അമ്മാവൻ ചൊല്ലി ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു പായലും പൂപ്പലും അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. ഓക്കെ ഗൈസ്, റെഡി ഫോർ ദ മേക്ക് ഓവർ. ബാബുവും കൂട്ടരും പണി തുടങ്ങി. പായൽ പറഞ്ഞു ടാറ്റാ, വീടിന്റെ മേക്ക് ഓവർ പൊട്ടിച്ചു. പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. പായൽ പറഞ്ഞു ടാറ്റാ, പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ, ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. മുടി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷാജിക്കയാണ്, ഗൾഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഹെയർ ഒക്കെ ചെയ്തിരുന്നത്. പല സിനിമകൾക്കും എനിക്കിന്ന് ലാലേട്ടൻ മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരൻ അങ്ങനെ ഒരു ഹെയർ വേണമെന്ന്, പുതിയൊരു പടത്തിന് വേണ്ടി ഒരു ഹെയർ വേണമെന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? എറണാകുളം ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോവാണ്, നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച ഫിഗറിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ UAE-യിലുണ്ട്, പിന്നെന്താ സൗദിയിലുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഗൾഫ് ബ്രദേഴ്സ്. Gulf Brothers Hair Fixing. Wipe your baldness forever. Hello and welcome to another segment of Aras Medical Devices Exclusive. Today we will explore more about oxygen manifold systems, both manual and automatic, used in medical applications. My name is K.C. Babu from Aras Medical Devices and Equipment Co. LLC. We are actually covering almost Middle East, Africa and Asian countries, providing a medical and laboratory gas system. Now the medical gas system is a life-saving system for all over the world, which is we are connecting to the hospitals, also we are connecting to the clinics, laboratories, and all this area. Actually now that's very critical to the coronavirus, because every people need oxygen. Therefore we are giving a central gas system. Central gas system is actually giving from through the pipeline. Central gas system is providing through the cylinders. You provide the VPSA or PSA unit. Also we are providing through the oxygen VAE tank, because you can see that many VAE tanks are actually going from all over the world to India, also in the other countries. Therefore this liquid oxygen can be given -193 centigrade. You can freeze it, and it's called a cryogenic tank. It can use for the deliver to the each and every hospitals. This is one of the things which we are talking about, very effective system through the VAE tank. It's a vacuum insulative operated. We are using giving to the patient in the hospitals. Also we are giving a nitrous oxide, which is used for the anesthesia purpose. Also medical air we are using for the ventilator. Also that is we are using for the coronavirus patient, because ventilation is very important for that to
keeping the patient in the live position, like a ventilator is using to operating that the lungs to making that function properly. Also, surgical areas we are using for the surgical application, like pneumatic tools and everything. Also, vacuum is using for the suction, all the mucus and all that sort of things. Anesthetic gas scavenging system is using for the wherever the anesthesia is giving, expel the gas to outside to our atmosphere. But now we are talking about the oxygen manifold. Oxygen manifold can be given a manual. We can give it for a small clinic and the daycare center and everything. It is such a same thing. You have a two regulator, two valves, left hand and right hand side, connected to the cylinders, and there is a knob which is reducing the increasing or decreasing the pressure and flow. Then this is actually manual manifold. If you are talking about the one hospital you should have keep a 2-day supply in automatic manifold or left side, 2 side supply to be given to the right side. That can be connected to the maximum number of the cylinders, which is like we could call a jumbo cylinder or a bigger cylinder, like you can 6,900 to 7,000 liter can be stored in the, that we are giving it connected to 24 cylinders in one left side, also 24 cylinder in the right side. If it is very that much flow is required for the patient, like in the hospitals, definitely you have to use bigger than the what we are talking about. That this is for the normally like a 250 bed hospitals or a 350 bed hospital, you can use for the manifold. If it is more than 250 bed hospital, definitely you have to go for a VAE, like a oxygen, liquid oxygen tank, which can be connected to the control panel and everything. You can connect it to the patient. This way we can administer the oxygen to the patient. When we are talking about the automatic manifold or semi-automatic manifold, it will go automatically to once it is one side is empty, it means 2-day supply is empty, then automatically change over to another 2-day supply. Then it will go to the emergency, because whenever there is a automatic manifold have a problem, it can connect it to manually, it can operate. The same thing you can use. You have to keep another 2-day supply in the hospital. This is very important because we are always talking about the continuous supply. It should not be break or should not happen that because we had a very big incident or accident is happened in India many times, because oxygen is completely finished, then for the patient are died, and therefore we have to be very careful that we have to keep a continuous supply in the hospital. If we are not continuously supplying, definitely there is a problem for the system and the hospital. Therefore, very important that to keep oxygen or whatever the manifold system is to be automatically change over to left side to right side or right side to left side. This is what it is happening at the moment. Therefore, whenever we need something to connecting to the patient, definitely we make sure that everything is available 24 hours. And also we are providing the service to our clients in 24 hours in emergency. Any repair work is required or emergency requirement is there, we are always there, and we are providing every staff. We are providing a staff to the operating this one in the hospitals. Thank you very much for the time, and we will see next time. That brings us to the end of this segment of Aras Medical Devices Exclusive. Until we meet next time, this is your host Ansi Harshal signing off. Take care. Bye-bye. Anantapuri Hotels and Restaurants, Muscat, Oman. A feast of flavors, a treat to your soul. Anantapuri Hotels and Restaurants, Muscat, Oman. Aras Group UAE. Aras Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aras Group. Call 971-424457. Gulf Brothers Hair Fixing. Wipe your baldness forever. നമ്മുടെ കല്യാണച്ചക്കൻ സിംപ്ലകുമാരൻ അടിമുടി മാറി കണ്ട പറഞ്ഞെത്തി
കിടിലൻ മേക്ക് ഓവർ. എങ്ങനെയുണ്ട് എന്റെ മേക്ക് ഓവർ? ചെക്കനെ കണ്ടു അമ്മാവൻ ചൊല്ലി, ചെക്കൻ സൂപ്പർ. വീടൊന്ന് കണ്ടു പായലും പൂപ്പലും, അമ്മാവൻ ചൊല്ലി. നിനക്ക് മാത്രമല്ല ഈ വീടിനും വേണം ഒരു മേക്ക് ഓവർ. സാബു ഓക്കെ ഗൈസ്, റെഡി ഫോർ ദ മേക്ക് ഓവർ. സാബുവും കൂട്ടരും പണി തുടങ്ങി. പായൽ പറഞ്ഞു ടാറ്റ, വീടിന്റെ മേക്ക് ഓവർ പൊട്ടിച്ചു. പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. പായൽ പറഞ്ഞു ടാറ്റ, പൂപ്പൽ പറഞ്ഞു ബൈ ബൈ. മേക്ക് ഓവർ പെയിന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല സാറേ, ഇത് ഞങ്ങൾ പെയിന്റർമാരുടെ ഉറപ്പാ. മേക്ക് ഓവർ പെയിന്റ്സ് ഇനി വീടിനുമാകാം മേക്ക് ഓവർ. അമ്മാവോ ഇപ്പൊ വീടും മേക്ക് ഓവറായി. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഞങ്ങളുടെ സ്വന്തം ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. മുടി ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഷാജിക്കയാണ്, ഗൾഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഹെയർ ഒക്കെ ചെയ്തിരുന്നത്. പല സിനിമകൾക്കും എനിക്കിന്ന് ലാലേട്ടൻ മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള കലാകാരൻ അങ്ങനെ ഒരു ഹെയർ വേണമെന്ന്, പുതിയൊരു പടത്തിന് വേണ്ടി ഒരു ഹെയർ വേണമെന്ന് പറയുമ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? എറണാകുളം ഓഫീസിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പോവാണ്, നമുക്ക് കാണാം. ഓക്കെ. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ച് മുമ്പ് ഞാൻ കാണിച്ച ഫിഗറിൽ നിന്ന് മാറിയില്ലേ? നമ്മുടെ ഗൾഫ് ബ്രദേഴ്സിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ UAE-യിലുണ്ട്, പിന്നെന്താ സൗദിയിലുണ്ട്, പിന്നെ നമ്മുടെ അമേരിക്കയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഗൾഫ് ബ്രദേഴ്സ്. Gulf Brothers Hair Fixing. Wipe your baldness forever. ഞാൻ ഡോക്ടർ സോനു ജോൺ, സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. കഴിഞ്ഞ 18 വർഷമായിട്ട് കാരിത്താസ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. കോട്ടയത്തെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് എന്ന ശിശുരോഗ സംഘടനയുടെ കോട്ടയത്തെ പ്രസിഡൻറ്റും കൂടിയാണ്. കുട്ടികളിലും വലിയവരിലും രണ്ടുപേർക്ക് സംഭവിക്കാവുന്ന ഒരു അപകടമാണ് ശ്വാസനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കടലയോ കപ്പലണ്ടിയോ മീൻ മുള്ള് അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ദിവസവും കേൾക്കുന്നുമുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാറുമുണ്ട്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ 2 കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽ മരിച്ചു. ഒരാളുടെ തൊണ്ടയിൽ മിക്സ്ചർ കുടുങ്ങി, മറ്റേയാളുടെ തൊണ്ടയിൽ വണ്ടായിരുന്നു കുടുങ്ങിയത്. അപ്പോൾ ഇങ്ങനൊരു അപകടം വരുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും. പക്ഷേ അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ വെച്ച് എന്ത് ചെയ്യാം, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഭയങ്കര ഒരു അപകടവും പേടിയും നമുക്ക് തോന്നും ആ സമയം. സാധാരണ എന്തെങ്കിലും നമ്മുടെ ശ്വാസകോശത്തിൽ കുടുങ്ങിയാൽ, അപ്പം മെയിൻ ശ്വാസനാളത്തിലാണ് ഈ സംഭവം കുടുങ്ങിയെങ്കിൽ നമ്മുടെ ശ്വാസം തന്നെ നിന്നു പോകും. നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഇതാണ് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ. സൗണ്ട് പുറത്തു വരത്തില്ല, കണ്ണ് തള്ളി വെപ്രാളത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൊച്ചു കുഞ്ഞ്, 1 വയസ്സ് താഴെയുള്ളൊരു കുഞ്ഞിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ അങ്ങനെ ഒരു അപകടം എപ്പോഴും സംഭവിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതാണ് ഒരു കുഞ്ഞാണെന്ന് വിചാരിച്ചോ, കുഞ്ഞ് ശ്വാസം മുട്ടി ശ്വാസം എടുക്കാതെ സൗണ്ട് പോലും പുറത്തു വരാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് നമ്മളൊരു കസേരയിൽ ഇരിക്കുകയോ ഒരു സമാധാനമായിട്ട് ഇരുന്നിട്ട് കുഞ്ഞിന് ഈ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ മുഖത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് കമത്തി കിടക്കുക. മറ്റേ കൈ കൊണ്ട് ഈ കൈ ഇങ്ങനെ വേണം വെക്കാൻ. കൈ ഇങ്ങനെ വെച്ച് 5 പ്രാവശ്യം ഇങ്ങനെ തട്ടുക. 1 2 3 4 5. അത് കഴിഞ്ഞ് നേരെ കിടത്തി സ്റ്റേണത്തിൻ്റെ ലോവർ എൻഡിൽ 5 പ്രാവശ്യം ശക്തമായി അമർത്തുക. ഇങ്ങനെ ഇതൊരു 4 5 പ്രാവശ്യം, എത്ര പ്രാവശ്യം ഈ സാധനം പുറത്ത്, ചിലപ്പോൾ ഈ ഒരു ഫോഴ്സിൽ കടലയാണ് കുടുങ്ങിയെങ്കിൽ അത് ചിലപ്പം പുറത്തു വരും. ആ പുറത്ത് വരുന്നവരെ നമുക്കിങ്ങനെ 5 പ്രാവശ്യവും 6 പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ എന്നിട്ട് വായിലിടയ്ക്ക് നോക്കുക, കടല വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളയുക. ചിലപ്പം ശ്വാസം തടഞ്ഞു തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഇതുകൊണ്ട് പുറത്ത് വന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുഴഞ്ഞു പോകും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ BLS ബേസിക് ലൈഫ് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഉടനെ തറയിലോ എവിടെയെങ്കിലും ഒരു ഫേം സർഫസിൽ കിടന്നിട്ട് ചെസ്റ്റ് കംപ്രഷൻസ് തുടങ്ങണം. ഞാനിപ്പോൾ ഒരാളെ ഉള്ളതുകൊണ്ട് ഒരു 30 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തിട്ട് 2 പ്രാവശ്യം മൗത്ത് ടു മൗത്ത് ബ്രീതിങ് ചെയ്യണം.
ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നവരെ നമുക്കിത് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു മാനുവൽ ഇത് നമ്മൾ മറന്നു വരുന്നത് 2 ഷോൾഡർ ബ്ലേഡിൻ്റെയും ഇടയ്ക്ക് വെച്ചാണ് നമ്മൾ ശക്തമായിട്ട് ഇങ്ങനെ തട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പുറത്തു വരും. 1 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി 1 വയസ്സ് മുകളിലുള്ള ആളോ അല്ല, ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ പ്രായമുള്ള ഒരാളാണ് ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ കണ്ണു തള്ളി സൗണ്ട് പോലും പുറത്തു വരാതിരിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മാനുവൽ ഉണ്ട്. അതിൻ്റെ പേരാണ് ഹെംഹിച്ച് മാനുവൽ. അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാണ് ചിലപ്പോൾ വലിയൊരാളായിരിക്കും, നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് അയാളെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വലത് കൈ നമ്മളൊരു ഫിസ്റ്റ് ഉണ്ടാക്കും. തമ്പ് അകത്തോട്ട് കയറ്റി തള്ളവിരലകത്ത് കയറ്റി ഒരു ഫിസ്റ്റ് പോലെ ഉണ്ടാക്കി അംബ്ലിക്കസിൻ്റെയും ഈ സ്റ്റേർണത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു ഭാഗമുണ്ട്, പൊക്കിളിൻ്റെയും താഴത്തെ ചെസ്റ്റിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ശക്തമായി അമർത്തി മറ്റേ കൈ കൊണ്ട് നല്ല പ്രഷർ കൊടുക്കണം. ഇങ്ങനെ നല്ല പ്രഷർ. അപ്പോൾ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പുറത്തു വരും, ആ ശക്തിയിൽ പുറത്തു വരും. ഈ ഒരു മാനുവലാണ് നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതുപോലെ ശ്വാസം കിട്ടുന്നില്ല, വീണ്ടും കുഴഞ്ഞിരിക്കുവാണെങ്കിൽ നമ്മൾ BLS തന്നെ ചെയ്യണം. ആളെ തറയിൽ കിടത്തിയിട്ട് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുകയും മൗത്ത് ടു മൗത്ത് ബ്രീതിങ് കൊടുക്കുകയും ചെയ്യണം. ഈ നമ്മളൊരു ആദ്യത്തെ 5 മിനിറ്റ് വളരെ പ്രധാനമാണ്. അപ്പം നമുക്ക് ഈ ശ്വാസമില്ലാതെ ഓക്സിജൻ ബ്രെയിനിലോട്ട് കുറഞ്ഞു പോവുകയാണെങ്കിൽ ആൾക്ക് മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് 5 to 7 മിനിറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരുന്ന് നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മളിത് ചെയ്താൽ ചിലപ്പം നമുക്ക് പെട്ടെന്ന് കുഞ്ഞിനെ നമ്മുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇതിനിടയ്ക്ക് നമുക്കിതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ എന്തായാലും കൊണ്ടുപോകണം. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കടല ചിലപ്പം മെയിൻ ട്രക്കേലല്ല, റൈറ്റ് ലങ്ങിലോ ലെഫ്റ്റ് ലങ്ങിലോ ആണ് പോയിരിക്കുന്നതെങ്കിൽ ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടെങ്കിൽ കൊച്ചിന് ശ്വാസം എടുക്കാൻ പറ്റും, വലിയൊരു പ്രോബ്ലം വരില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് എക്സ്റേ എടുക്കുന്നു, അവിടെ അതുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നമുക്കത് പതുക്കെ പുറത്തെടുക്കാം. പക്ഷേ മെയിൻ ട്രക്കിയ നമ്മുടെ ശ്വാസനാളം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പം ചെയ്യേണ്ട മാനുവേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1 വയസ്സിൽ താഴെയാണെങ്കിൽ കമത്തിക്കടത്തി തട്ടുക, ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന പോലെ. കുറച്ചുകൂടെ വലിയ ആളുകൾക്കൊക്കെ ഹെംഹിച്ച് മാനുവൽ തന്നെ ചെയ്യണം. ശക്തമായിട്ട് കൈ മുകളിലോട്ട് ഈ ഫിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രഷർ കൊടുക്കുക. കോയിൻ വിഴുങ്ങുന്നതും സാധാരണ കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു അപകടമാണ്. കോയിൻ മുകളിലോട്ട് എറിഞ്ഞ് കളിച്ച് അത് വായിലോട്ട് പോകും. അങ്ങനെയാണ് സാധാരണ കൊണ്ടുവരുന്നത്. 50 പൈസ, 1 രൂപ, ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. അത് ഫുഡ് പൈപ്പിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസനാളത്തിലല്ല, ഫുഡ് പൈപ്പിലാണ് പോകുന്നതെങ്കിൽ സ്റ്റൊമക്കിൽ ചെന്നും നമുക്ക് കുറച്ചൊരു സമാധാനമുണ്ട്. നമുക്കത് വെയിറ്റ് ചെയ്യാം, എക്സ്റേ എടുത്ത് നോക്കാം ഇതിലെ കൂടെയാണ് പോകുന്നതെന്ന്. പക്ഷേ ഇതും ശ്വാസനാളത്തിൽ പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾ കളിക്കാൻ അനുവദിക്കരുത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ നേരത്തെ മാനുവേഴ്സ് ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ. കോയിൻസ് മാത്രമല്ല അപകടമുള്ള, കുഞ്ഞുങ്ങളിപ്പോൾ റിമോട്ട് വെച്ച് കളിക്കുന്നുണ്ട്, കോയിൻ ബാറ്ററി, അല്ലാത്ത ബാറ്ററി, ഇതെല്ലാം വയറ്റിലും പോകുന്നുണ്ട്, ശ്വാസനാളത്തിൽ പോകുന്നുണ്ട്. ഇതൊക്കെ വളരെ അപകടമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ കളിക്കാനിരുത്തുമ്പോഴോ ഫുഡ് കൊടുക്കുമ്പോഴോ, പ്രത്യേകിച്ച് 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സൂപ്പർവൈസ്ഡ് ആയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അവർക്കറിയില്ല, കടലയൊക്കെ വെറുതെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അങ്ങനെ കടലയൊന്നും കൈപ്പിടിച്ച് കഴിക്കാൻ തന്നെ കൊടുക്കരുത്. അതൊക്കെ പൊടിച്ച് കുറുക്കാക്കി നമ്മൾ കുറുക്കിലൊക്കെ ആഡ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. ഫോക്കസിന്റെ നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ രശ്മി ഗോപകുമാർ സൈനിങ് ഓഫ്. ഫോക്കസ് presented by West London, Rockies Academic Zone, Alhambra, Russell Khema. and powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. Makeover Paints. ഇനി വീടിനുമാകാം makeover. Gulf Brothers Hair Fixing. Wipe your baldness forever.